പോലീസിന്റെ കണ്ണു വെട്ടിക്കാൻ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ലഹരി സംഘങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നു. കൊച്ചിയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. VPN ആപ്പ് ഉപയോഗിച്ച് പുതിയ കച്ചവടം നടക്കുന്നു എന്നതാണ്. അന്വേഷണ ഏജൻസികൾക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തതാണ് VPN ആപ്പ് വ്യാപകമാകാൻ കാരണം. ശ്യാംകുമാർ വിശദാംശങ്ങളുമായുണ്ട്. ശ്യാംകുമാർ, ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാകാം. പ്രത്യേകിച്ച് ഇതിൽ എക്സൈസിനും പോലീസിനും ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുജ, നമ്മുടെ സംവിധാനങ്ങൾ ഈ നിരീക്ഷണം, അതായത് ലഹരി കച്ചവടവും ലഹരി വിനിമയവും ഉൾപ്പെടെ വലിയ ശക്തമായ രീതിയിൽ നിരീക്ഷിക്കുകയും പലരെയും പിടികൂടുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ കച്ചവടത്തിൻ്റെ ഒരു തോത് കുറഞ്ഞു വരുന്നതും പ്രധാനമായും ലഹരി കച്ചവടം ചെയ്തിരുന്നവർ അവരുടെ സ്ഥലങ്ങൾ വിട്ടുപോലും പുറത്തു പോകാതിരിക്കുകയും ചെയ്യുന്നത് അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിലൊരു അസ്വാഭാവികത അന്വേഷണ ഏജൻസികൾക്ക് തന്നെ തോന്നിയിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇടപാടുകൾക്ക് നിലവിൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും NCBയുടെയും ഒക്കെ നിരീക്ഷണത്തിനേക്ക് അപ്പുറത്തേക്ക് VPN നെറ്റ്വർക്കുകളുടെ ദുരുപയോഗത്തിലൂടെ ഈ കച്ചവടങ്ങൾ വളരെ സുലഭമായി നടക്കുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയത് ഒരു അറസ്റ്റിലാണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് VPNൻ്റെ ആപ്പുകൾ, അതെല്ലാ VPN ആപ്പുകളും സുരക്ഷിതമല്ല, അതിൽ ദുരുപയോഗം ചെയ്യുകയും സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുകയും IP അഡ്രസ്സുകൾ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ആപ്പുകളുണ്ട്. അത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് സജീവമായി തന്നെ പോലീസിനെ പറ്റിച്ചുകൊണ്ട് ലഹരി കച്ചവടം നടത്തുന്നതെന്ന് കണ്ടെത്തിയത്. അങ്ങനെ പരിശോധിച്ച് ചെന്നപ്പോഴാണ് ഈ VPN ആപ്പുകൾ ഉപയോഗിച്ച് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി കച്ചവടം നടത്തുന്ന ഒരു സംഘം തന്നെ സജീവമായി പ്രവർത്തിക്കുന്നു. പോലീസ് നോക്കുമ്പോൾ ഇവരെല്ലാം വളരെ നിർജ്ജീവമായി ഇരിക്കുകയും സജീവമായി ഓൺലൈൻ ദുരുപയോഗം ചെയ്ത VPN ആപ്പ് വഴി ഈ കച്ചവടം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ MDMAയും മറ്റ് നിരോധിത മരുന്നുകളുമൊക്കെ ഇവർ കച്ചവടം നടത്തുന്നു എന്നുള്ളത് പോലീസിനെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലോക്കൽ പോലീസ് സംവിധാനങ്ങൾക്ക് VPN ആപ്പ് വഴിയുള്ള കച്ചവടങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, അത് ഡീകോഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിന് സൈബർ സുരക്ഷയും സൈബർ ടെക്നോളജിയും ഒക്കെ അറിയുന്ന സംവിധാനങ്ങൾ വേണം. അങ്ങനെ വരുമ്പോൾ ഈ പ്രതികൾക്ക് പിടിക്കപ്പെടുന്നത് വളരെ സജീവമായി ഈ കച്ചവടവുമായി മുന്നോട്ട് പോകാം. ആരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പോലും അറിയില്ല. IP അഡ്രസ്സ് ഏത് രാജ്യത്തിൻ്റെ വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വളരെ സജീവമായി തന്നെ ഇങ്ങനെ ഒരു ശൃംഖല പ്രവർത്തിക്കുന്നു എന്നുള്ളത് പോലീസിനെ പോലും ഞെട്ടിക്കുന്നുണ്ട്. ഇത്തരം ആപ്പുകൾ വളരെ സജീവമായി പ്ലേ സ്റ്റോറിൽ പോലും ലഭിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിൽ പലതും വ്യാജ ആപ്പുകളാണ്. ഇത്തരം ആപ്പുകൾ ദുരുപയോഗം ചെയ്യുന്നത് പല വിദേശ രാജ്യങ്ങളിലും വലിയ ശിക്ഷാർഹമായ കുറ്റമാണ്. പക്ഷേ ഇന്ത്യയിൽ അത്രത്തോളം വലിയ ശിക്ഷയല്ല എന്നുള്ളതും ഈ ആപ്പുകൾ ഉപയോഗിക്കാൻ ഇത്തരം സംഘങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ പോലീസിൻ്റെ ടെക്നോളജിയൊക്കെ കുറച്ചുകൂടി സജീവമായാൽ മാത്രമേ ഇത്തരം സംഘങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കൂ. പക്ഷേ അവർ യുവസംഘങ്ങളെ ലക്ഷ്യം വെക്കുന്നു. ലഹരിക്കടത്തിന് ഇൻ്റർനെറ്റിൻ്റെ ഒരു ദുരുപയോഗം അത് വളരെ സജീവമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.